സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ PSC അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് പോലും മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഈ PSC അപ്ഡേറ്റ്സിൽ നമ്മൾ റെഗുലറായിട്ട് PSCയിലെ എല്ലാ ന്യൂസുകളും അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസിൻ്റെ പരീക്ഷയിൽ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞിരുന്നു. 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ 2024 2023 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുകൂടാതെ OMR ഷീറ്റ് പ്രാക്ടീസും ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രാക്ടീസ് ആപ്പ് വഴി ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രാക്ടീസും നൽകിയിരുന്നു. 25 മോഡൽ എക്സാമും സെറ്റ് ചെയ്തിട്ടാണ് നൽകിയത്. നമ്മൾ നൽകിയ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത് വളരെയധികം ഞാൻ അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ എഫേർട്ടിന് ഫലം കണ്ടിരിക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ സയൻസിൽ നിന്നും സോഷ്യൽ സയൻസിൽ നിന്നും ഒക്കെ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ചെയ്ത എല്ലാവരോടും താങ്ക് യു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നൽകുന്നതായിരിക്കും കേട്ടോ. അതുകൂടാതെ കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്കും LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും HSA ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റിലേക്ക് പോകാം. അത് LP സ്കൂൾ അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂ ജനുവരി 29 മുതൽ എന്നൊരു ന്യൂസാണ് കേട്ടോ. LP സ്കൂൾ ടീച്ചർ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്കുള്ള ഇൻ്റർവ്യൂ ജനുവരി 29 തുടങ്ങും. തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ ഇൻ്റർവ്യൂ ആണ് ആദ്യം നടക്കുക. ജനുവരി 29, 30 പേർക്കും 30-31 തീയതികളിൽ 60 പേർക്കും വീതമാണ് ഇൻ്റർവ്യൂ. മെയിൻ ലിസ്റ്റിൽ 580, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 550, ഭിന്നശേഷി ലിസ്റ്റ് 13 എന്നിങ്ങനെ 1143 പേരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ LP സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട ബാക്കിയുള്ളവരുടെയും മറ്റ് ജില്ലകളുടെയും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇൻ്റർവ്യൂ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പൂർത്തിയാകും. തുടർന്ന് UP ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇൻ്റർവ്യൂ ആരംഭിക്കും. വിവിധ ജില്ലകളിൽ നിലവിലുള്ള LP റാങ്ക് പട്ടിക 2025 മെയ് 30 UP സ്കൂൾ ലിസ്റ്റിൽ ഒക്ടോബർ 9 അവസാനിക്കുന്നത്. ഇതിനോടകം തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പോൾ ഇത് കണ്ടോ, 2025 മെയ് 30 എന്താണ് LP സ്കൂൾ അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റും UP സ്കൂൾ അസിസ്റ്റൻ്റ് ഒക്ടോബർ 9 അവസാനിക്കും. അപ്പോൾ മെയ് 30 2025 മെയ് 30 നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ ഇപ്പോൾ ഉള്ള ഇൻ്റർവ്യൂ പാസ്സായി ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് നിലവിൽ വരും. അതുപോലെ തന്നെ ഒക്ടോബർ 9 UP സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റ് അവസാനിക്കുന്നത് നിലവിലുള്ളത്. അപ്പോൾ ഒക്ടോബർ 9 അവസാനിക്കുമ്പോൾ ഒരു ഒക്ടോബർ 15, 16 ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നിലവിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് അവരുടെ മെയിൻ ലിസ്റ്റ് വരണം. അങ്ങനെയാണ് ഇതിൻ്റെ റുട്ടീൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലാവധി, അതായത് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന LP UPയുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ എന്തുവരും, അടുത്ത പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത ഷോർട്ട് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ നേരത്തെ പരീക്ഷ നടത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ 2026 ആകുമ്പോഴത്തേനും അടുത്ത LP UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷ വരുന്നതായിരിക്കും. ഇനി സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ബിരുദക്കാർക്കും അപേക്ഷിക്കാം. വിജ്ഞാപനം പരിഷ്കരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയുടെ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനുള്ള വിലക്ക് നീക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനാകില്ലെന്ന നിയമപരമായി നിലനിൽക്കില്ലെന്നും അവരെ കൂടി ഉൾപ്പെടുത്തി വിജ്ഞാപനം പരിഷ്കരിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദധാരികൾ അപേക്ഷിക്കരുതെന്ന വ്യവസ്ഥയോടെ 2020 പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവിന് ചൊല്ലിയുണ്ടായ തർക്കം സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിൽ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ച് നിലവിലെന്നും സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നു. പിന്നീട് സർക്കാർ PSC നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി. ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാൻ ശ്രമിച്ചതെന്നും വിവിധ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിലുള്ള സ്പെഷ്യൽ റൂൾസ് അനുസരിച്ച് നിയമന യോഗ്യതയാണെന്നും ബാധിക്കുന്നതും സർക്കാരും PSCയും വാദിച്ചു. എന്നാൽ സർവകലാശാലകൾക്ക് പ്രത്യേക ചട്ടങ്ങൾ ഉള്ളതിനാൽ സർക്കാരിനോ PSCക്കോ യോഗ്യത നിശ്ചയിക്കാനാകില്ലെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ വാദം. സർക്കാർ ഉത്തരവ് PSCയുടെ നിയമവിഭാഗം പരിശോധിക്കുകയാണ്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ യോഗ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് PSC അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഹൈക്കോടതി വിധിയുടെ അവ്യക്തതയുണ്ടെന്ന് നിലവിലുള്ള സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും എന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആവശ്യപ്പെട്ടു. വിധി നിയമന വിഭാഗം പരിശോധിക്കുകയാണ്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ യോഗ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് PSC അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഹൈക്കോടതി വിധിയിൽ അവ്യക്തതയുണ്ടെന്നും നിലവിലുള്ള സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും
ലിസ്റ്റ് ഉൾപ്പെട്ടവരും ആവശ്യപ്പെട്ടു. ശരിക്കും ലിസ്റ്റ് വന്നിട്ട് എല്ലാവരും മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരാണ്. അവർ ജോലി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു വിധി ഉണ്ടാകുന്ന അവരെ മാനസികമായിട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് അവരുടെ ജോലിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു വിധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വിധി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപ് 2022 ഡിസംബർ 30 സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിലേക്ക് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് കോമൺ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് 2021 ഓഗസ്റ്റ് 15, 19, സെപ്റ്റംബർ 9, 23, ഒക്ടോബർ 29 തീയതികളിലായി നടത്തിയ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അർഹത ലിസ്റ്റ് 2023 ഡിസംബർ 23 പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 2024 ഫെബ്രുവരി 7 മെയിൻ പരീക്ഷ നടത്തി സെപ്റ്റംബർ 19 സാധ്യത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മെയിൻ ലിസ്റ്റിൽ 1099, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1178, ഭിന്നശേഷി ലിസ്റ്റ് 44 എന്നിങ്ങനെ 2321 പേരെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിൽ 215 ഒഴിവുകൾ വിവിധ സർവകലാശാല PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീശങ്കരയിൽ 24, കാലിക്കറ്റ് 20, കണ്ണൂർ 30, വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിൽ 53, MGയിൽ 60, കുഫോസിൽ 5, അഗ്രികൾച്ചറിൽ 6, ഹെൽത്ത് സയൻസിൽ 17, അങ്ങനെ 215 ഒഴിവുകൾ നിലവിൽ PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർവകലാശാലയിൽ നിന്ന്. അപ്പോൾ ലിസ്റ്റ് ഉൾപ്പെട്ടവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ അവരുടെ ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു നടപടി PSC എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി LP അധ്യാപക നിയമനം ഇഴയുന്നു. കാലാവധി തികയാതെ ഇനി 5 മാസം മാത്രം. അപ്പോൾ കാലാവധി തികയാൻ 5 മാസം മാത്രമേ ഉള്ളൂ. ഇതുവരെ നിയമനം ലഭിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് 39.77% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചതുള്ളത്. 5 മാസം മാത്രം കാലാവധി ബാക്കിയുള്ള LP റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം ഇഴഞ്ഞിഴഞ്ഞ് കുട്ടികളുടെ കണക്കെടുപ്പിൽ സൃഷ്ടിച്ച പുതിയ തസ്തികകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതാണ് കാരണം. 2.5 വർഷം പിന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 4614 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. 39.77% നിയമന നില. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 14 ജില്ലകളിലെ 6294 പേർക്ക് നിയമനം ലഭിച്ചതാണ്. ഇത്തവണ നിയമനം വലിയ തോതിൽ കുറയുമെന്നാണ് ആശങ്ക. കഴിഞ്ഞ സെപ്റ്റംബറിൽ 4400 ആയിരുന്നു നിയമന ശുപാർശയുടെ എണ്ണം. 3 മാസം കൊണ്ട് വെറും 200 നിയമനങ്ങൾ നടന്നത്. കഴിഞ്ഞ 3 വർഷവും സ്കൂളുകളിൽ തസ്തിക നിർണ്ണയം തടസ്സപ്പെട്ടെങ്കിലും അതനുസരിച്ച് ഒഴിവ് നിർണ്ണയിക്കാനോ നിയമനം നടത്താനോ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനിടെ സ്കൂളുകളിലേക്ക് 2325 തസ്തിക സൃഷ്ടിച്ച് ഉത്തരവിറക്കിയെങ്കിലും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം. പട്ടിക റദ്ദാക്കുന്ന മെയ് 30, വിരമിക്കൽ ഒഴിവ് ലഭിക്കില്ല. ഭിന്നശേഷിക്കാർക്കുള്ള 40 ഒഴിവിൽ ആളില്ല. അപ്പോൾ റാങ്ക് LP സ്കൂൾ അസിസ്റ്റൻ്റ് നിയമനം വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഇനി നിലവിൽ ഇപ്പോൾ നമ്മുടെ PSCയുടെ സൈറ്റിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് 507/2024 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ആണ്. ലാസ്റ്റ് ഡേറ്റ് 29 ജനുവരി 2025 ആണ് കേട്ടോ. ഈ പറയുന്ന എല്ലാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 29 ജനുവരി 2025 ആണ്. 508/2024 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റാണ്. ഇനി 510/2024 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയാണ്. ഇനി ഡ്രാഫ്റ്റ് 1 513/2024, 514/2024 ട്രേഡ്മാൻ ആണ്. അതുപോലെ തന്നെ 515/2024 ഇൻസ്ട്രക്ടർ പോസ്റ്റാണ്. 516/2024 സിവിൽ സബ് എഞ്ചിനീയർ ആണ്. ഇതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 29 ജനുവരി 2025 ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSCയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. ഇനി പ്രൈമറി സ്കൂൾ അധ്യാപക തസ്തികയിൽ നിയമനം 3/1 കുറച്ചു. പുതിയ റാങ്ക് പട്ടിക പകുതിയായി വെട്ടിച്ചുരുക്കി PSC. റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം ലഭിച്ചത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. അപ്പോൾ പ്രൈമറി സ്കൂൾ അധ്യാപക തസ്തികയുടെ നിയമനം 3/1 കുറച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ന്യൂസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, അതുകൊണ്ട് വീണ്ടും അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും PSC ജോലി ആഗ്രഹിക്കുന്ന, നന്നായി പഠിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഭാവി ജോലിയും ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.